ബിന്നിയുടെ ചാൻസസ് അവള് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ബ്രോ പോകുന്നത്. പക്ഷെ അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര PR നടക്കുന്നുണ്ട്. അത് ഞാൻ രാവിലെ എണീറ്റാ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ തെറിവിളി വായിക്കല് നോക്കല്ല. എന്തൊക്കെ ഇന്ന് വന്നു. അപ്പം ഞാൻ ആദ്യം എന്നിട്ട് നമ്മൾ നോക്കൂലോ മൊത്തം PR ആണെന്നറിയാലോ. അപ്പൊ ഞാൻ ആദ്യമേയൊക്കെ റിപ്ലൈ കൊടുക്കും. ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ. ഇപ്പൊ പിന്നെ മൈൻഡില്ലേ. അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷ് ഇത് കറക്റ്റ് പഠിച്ചിട്ട് വന്ന ഒരാളാ. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി ഒരേ കാര്യം കുറേ പ്രാവശ്യം പറയുമ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോഴും കാണുന്ന പോലെ നേരിട്ട് എനിക്ക് അനീഷിനാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ നേരിട്ട് നമുക്ക് കണ്ട് ഇത് ഇപ്പൊ നമ്മൾ 3 പേരേ ഉള്ളൂ എന്ന് വെച്ചോ, ഒരു കാര്യം 5 പ്രാവശ്യം പറയും, എന്നിട്ട് ഓരോ ആൾക്കൊരു വീണ്ടും പറയും. ബിന്നിനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഷാനാസ് ആണ്. അദ്ദേഹത്തിന്റെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുള്ളിക്കാരൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺപിള്ളാരെ ഒന്നും ഒരു വില വെക്കുന്നില്ല. പുള്ളി സീരിയൽ അതുപോലെ തന്നെയും കണ്ടാന്നാ പുള്ളി വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് മമ്മിയും ചോദിച്ചേ, മമ്മി എന്നോട് വന്നിട്ട് പറഞ്ഞടാ നീ എന്നോട് വഴക്ക് പറയരുത്. ഞാൻ ചോദിച്ചാൽ എന്താണ് മമ്മി? എന്നോട് പറഞ്ഞു അതെ ഞാൻ നിവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ് ഞാൻ വോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അതിനിപ്പോ എന്താ വോട്ട് ചെയ്തു? കുഴപ്പമൊന്നുമില്ല. അവൾ ഒരിടയ്ക്ക് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവള് ഫുഡിലേക്ക് തിരിഞ്ഞു. ഫുഡ് മാത്രമായിപ്പോയി. അതിൽ കൊടുക്കുന്നു കിച്ചൺ വേണം, അത് മാത്രമായിപ്പോയി. നിവിന് പുറത്തുണ്ട്. ഇത് എന്താണെന്നറിയോ, ഈ നിവിനൊക്കെ പുറത്ത് നമുക്ക് കാണാത്തെന്ന് പറഞ്ഞാൽ അവനൊക്കെ അത്ര PR ഇല്ല. ഈ PR സ്ട്രോങ് ആണെങ്കിൽ നിവിനൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കും. ലിസ്റ്റിൽ ബിന്നിയുണ്ട്. അപ്പൊ ബിന്നിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ന്യൂബിൻ ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്തായിരിക്കും? പുറത്തുനിന്ന് ഞാൻ അന്ന് പോലെ തുടങ്ങിയതാ. കുറേ ഗ്രൂപ്പുണ്ട്. ലൊക്കേഷൻ ഞാൻ ചെല്ലുന്നത് അവരാദ്യം എനിക്ക് ഫോൺ തരും എല്ലാവരും. ഞാൻ പോയി വോട്ട് എന്നിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. ഞാൻ ഒരാളോട് തന്നെ 10 പ്രാവശ്യം ചോദിക്കും, എടാ നീ ചെയ്തോ? ചേട്ടാ ഞാൻ ഇച്ചിരി മുമ്പ് ചേർന്നില്ല. അതെന്ന് വെച്ചാൽ ഇത്രയും പേരുണ്ടല്ലോ. അപ്പം അവർ മമ്മിക്കാണെങ്കിലും അവിടെ എല്ലാം ഫുള്ള് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ നമ്മുടെയൊക്കെ അവിടെയുള്ള ആൾക്കാർ ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഓട്ടോ ഡ്രൈവറെ കൊണ്ടുവരെ അമ്മ ചെയ്യിപ്പിച്ചു. അവരെ എല്ലാരെ കൊണ്ടും ചെയ്യിപ്പിക്കും. ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ഇവിടെ ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അതിലെല്ലാം ചെയ്യും. അപ്പൊ അവരെല്ലാരും വോട്ട് ചെയ്തിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരും. നമ്മള് തന്നെയാണ് സ്വന്തം PR അല്ലേ? നമ്മളല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ്ടേ. ഉറപ്പായിട്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഒക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഉറപ്പിച്ച് പറയാല്ലേ ബിന്നിയുടെ PR ഞാൻ മാത്രമാണ്? അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഫോട്ടോസിനും സാധനത്തിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ കട്ട് ചെയ്തിടാം, എല്ലാം വീഡിയോ എഡിറ്റ് ചെയ്യണം, അതിലെ സാധനങ്ങളൊക്കെ ചെയ്യണമല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ലെങ്കിൽ കാരണം അവള് പോയി കഴിഞ്ഞിട്ടുള്ള എൻ്റെ യൂട്യൂബ് നോക്കിയാൽ മതി. കാരണം ഞാൻ മുഴുവൻ പൊട്ട രീതിക്കാണ് എഡിറ്റ് ചെയ്തിരുന്നത്. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് കിടും, അതൊക്കെ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് വേണമല്ലോ. പിന്നെ ഇത് ഫുള്ള് ലൈവ് കണ്ടിട്ടാണെങ്കിലും അതിൽ ഓരോ കട്ട്സ് ഒക്കെ തരണം. അപ്പൊ അത് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ പിള്ളേരെ ഇട്ട് തരുമ്പോഴത്തേക്ക് അതിന് ഓരോ സാധനമൊക്കെ കയറ്റി ഇവര് നമുക്ക് നന്നായിട്ട് ചെയ്തു തരും. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുമ്പോൾ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാമിലി, ഇപ്പം പല ആർട്ടിസ്റ്റുകളും പോയിട്ട് ഡിവോഴ്സ് ആകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും പറയാറുണ്ട്. ഇപ്പൊ രൂപനുണ്ട്, ബിന്നിയുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളൊരു ഇഷ്ടം എത്രത്തോളം കൂടിയിട്ടുണ്ട്? ബ്രോ ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഗെയിമാണ് നമുക്കറിയാം. പിന്നെ ഞാനും അവളും രണ്ടുപേരും സെയിം ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് അതിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ ഈ ബിഗ് ബോസിനെ പറ്റി എനിക്ക് കുറച്ച് അതെനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നിയില്ല. അവളങ്ങനെ ആരുടെയും മേത്ത് കയറി നടക്കാൻ അങ്ങനെയൊന്നും അവൾ പോകുന്നില്ല. അവൾ പോയി ഗെയിം കളിക്കുന്നു, തിരിച്ചു വരുന്നു. എനിക്ക് എന്തോരം പേര് അങ്ങനത്തെ കമന്റ് കിട്ടുമെന്ന് അറിയുമോ? ഇത് കുറേ നാളുകളിലല്ലേ കാണുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരെന്തെങ്കിലും ആയിട്ട് എനിക്കിപ്പം ഞാൻ എൻ്റെ വൈഫ് നോക്കേണ്ട കാര്യമില്ലുള്ളൂ. ഇപ്പൊ ബിന്നി നോമിനേഷനിൽ ഇല്ലെങ്കിൽ നോർമലി ആർക്കാ വോട്ട് ചെയ്യാറ്? ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ വോട്ട് ചെയ്യില്ലായിരുന്നു. കാരണം നോമിനേഷന് വരുന്ന അന്നേ തുടങ്ങും ചങ്കിനിരിക്കാനായിട്ട്. അപ്പം കുറേ യൂട്യൂബിലാണെങ്കിലും ഫേക്ക് അക്കൗണ്ടിലൊക്കെ വോട്ടിംഗ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വരുമല്ലോ. അതൊന്നും ഒറിജിനൽ അല്ലെന്ന് നമുക്കറിയാം. പക്ഷെ എങ്കിലും വോട്ട് കുറവാണല്ലോ. അപ്പൊ എൻ്റെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങും, അവളുടെ വീട്ടിൽ നിന്ന് വരും. ഇപ്പൊ ഞാൻ പറയാം എൻ്റെ പൊന്നു മമ്മി ഇത് ഒറിജിനൽ അല്ല. എന്നാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും പറയും കൊച്ചു വോട്ട് കുറവല്ലേ. എല്ലാരെയും സമാധാനപ്പെടുത്തണല്ലോ. അല്ല ഇപ്പൊ ബിന്നി ഇല്ലെങ്കിൽ ആർക്കാ വോട്ട് ചെയ്യാറ്? ഈ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച അവളില്ലാതെ ഞാൻ ശരിക്കും വോട്ട് ചെയ്ത് നിവിനായത്. അത് എന്നോട് എന്നിട്ട് മമ്മിയും ചോദിച്ചേ. മമ്മി എന്നോട് വന്നിട്ട് പറഞ്ഞടാ
നീ എന്നോട് വഴക്ക് പറയരുത്. ഞാൻ ചോദിച്ചു എന്താണ് മമ്മി? എന്നോട് പറഞ്ഞു അതെ നിവിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായാണ്, ഞാൻ വോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ വോട്ട് ചെയ്തു? അപ്പം ആ പപ്പായുടെ മൊബൈൽ എന്നിട്ട് എനിക്ക് അവിടെ ചെന്നപ്പോൾ അവനായിരുന്നു എന്നോട് ഏറ്റവും നല്ല കമ്പനി ആയിട്ടുള്ള. അപ്പം ഞാൻ നിവിനാണ് അന്ന് വോട്ട് ചെയ്തത്. നിവിന് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം അവിടെ എല്ലാ ഫാമിലി വരുമ്പോഴും ആ ഫാമിലിയിലെ ഏതെങ്കിലും ഒരാള് നിവിന്റെ ഫാൻ ആയിരിക്കും. നിവിന് പുറത്തുണ്ട്. ഇത് എന്താണെന്നറിയോ, ഈ നിവിനൊക്കെ പുറത്ത് നമുക്ക് കാണാത്തെന്ന് പറഞ്ഞാൽ അവനൊക്കെ അത്ര PR ഇല്ല. ഈ PR സ്ട്രോങ് ആണെങ്കിൽ നിവിനൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കും. ഇത് അവനെ PR എനിക്ക് തോന്നുന്നു അവൻ അങ്ങനെ വലിയ PR ഒന്നും ഇല്ല. അപ്പൊ അവനില്ലാത്ത കാരണം എന്താണ്, അവനൊന്നും ഫേസ്ബുക്കിലില്ല. അവനൊക്കെ അവിടെ അവൻ എത്ര ഗെയിം ജയിച്ചിട്ടുണ്ട്, അവൻ അത്യാവശ്യം അവിടെ നന്നായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, ആകെ കാണുന്നത് നിവിൻ ഫുഡ് കട്ട് നിന്നത് അതൊക്കെ ഉള്ളൂ. തല്ലുകൂടുന്നത് എന്തൊക്കെ അവൻ കാണിച്ചാലും അതിൽ നമുക്ക് കണ്ടിരിക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അവനൊന്നും ഈ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒന്നും ഇല്ലാത്ത കാരണം പുള്ളിക്ക് കുറവാണ്. ഈ കൂടുതൽ പൈസ ഇട്ടിറക്കുമ്പോൾ കൂടുതൽ സാധനങ്ങൾ വരും, എല്ലാം ഇറങ്ങും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുറച്ച് ആൾക്കാർ ബിഗ് ബോസിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പം അവരെ കുറിച്ചിട്ട് താങ്കൾ ഒരു 3 ദിവസം അവിടെ പോയി നിന്നൊരു എന്താണെന്ന് പറയാം. അനീഷിനെ കുറിച്ച്, അനീഷിന്റെ ഗെയിം കാണുമ്പോൾ എന്താ തോന്നുന്നത്? അനീഷിന്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷ് ഇത് കറക്റ്റ് പഠിച്ചിട്ട് വന്ന ഒരാളാണ്. പിന്നെ എനിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പുള്ളി ഒരേ കാര്യം കുറേ പ്രാവശ്യം പറയുമ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോഴും കാണുന്ന പോലെ നേരിട്ട് എനിക്ക് അനീഷിനാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ നേരിട്ട് നമുക്ക് കണ്ട് ഇത് ഇപ്പം നമ്മൾ 3 പേരേ ഉള്ളൂ എന്ന് വെച്ചോ, ഒരു കാര്യം 5 പ്രാവശ്യം പറയും, എന്നിട്ട് ഓരോ ആൾക്കൊരു വീണ്ടും പറയും അങ്ങനെ. പക്ഷെ പുള്ളി പഠിച്ചിട്ടൊക്കെ ഷാനവാസ് ഇന്നലെ പറഞ്ഞ ഏറ്റവും വലിയ PR കൊടുത്തിട്ട് ബിഗ് ബോസിൽ വന്നയാൾ അനീഷാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അയാൾക്കൊരു PR ഉള്ളതായിട്ട് തോന്നുന്നു. അല്ല, എല്ലാവർക്കും അവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. PR ഇല്ല, അത് നിങ്ങൾക്കും അറിയാലോ. PR ഇല്ലാതെ അവിടെ ബിഗ് ബോസിൽ ഒരിക്കലും ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും വേണം. അല്ലാതെ ഇപ്പൊ അനീഷിന് PR ഇല്ലെങ്കിൽ ഇതാരാ ഇതിന് മാത്രം ഫേസ്ബുക്കിൽ ഒരാളുടെ ഫോട്ടോ ഇട്ട് അതിന് ഇത്രയും ക്യാപ്ഷനും ഇട്ട് അതിന് പോയി കമന്റും ഇട്ട് വേറെ ഉള്ള ആൾക്കാരുടെയൊക്കെ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കാൻ ആർക്കാ ഇത്ര സുഖം? നോർമലി ഉള്ള മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഭയങ്കര മോശം, അല്ലെങ്കിൽ ഇതാന്ന് പറയും. ഈ ചീത്ത വിളിക്കാനൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി നോർമലി ആൾക്കാർ പോവോ? അതിനുള്ള സംഭവം അതൊക്കെ വരുമ്പോ ഉറപ്പായിട്ടും PR ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നിനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഷാനവാസ് ആണ്. അദ്ദേഹത്തിന്റെ ഗെയിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പുള്ളിക്കാരൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺപിള്ളാരെ ഒന്നും ഒരു വില വെക്കുന്നില്ല. പുള്ളി സീരിയൽ അതുപോലെ തന്നെ കണ്ടാന്നാ പുള്ളി വിചാരിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, സീരിയലിലൊക്കെ അങ്ങനെയാണല്ലോ. സീരിയലിൽ പിന്നെ പെൺപിള്ളാരാണ്, ആൺപിള്ളേർക്ക് വിലയില്ലാത്ത. ഇതിപ്പം അതുപോലെയാണ് തോന്നുന്നു പുള്ളി കാണിച്ചോണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ്, പുള്ളി എല്ലാവരുടെയും കൂടെ നിന്നിട്ട് നൈസായിട്ട് പോകാൻ നോക്കും. പക്ഷെ എന്താണെന്ന് പുള്ളി ഫൈനലിലെത്തും, അത് ഉറപ്പാണ്. ആര്യൻ അവിടെ ഒരു കുഞ്ഞു പയ്യനാണ്. ചില സമയത്തേ അവൻ നല്ലതാണ് കേട്ടോ, പക്ഷെ ചില സമയത്ത് അവൻ ചെയ്യുന്നതൊക്കെ എന്താന്നേ ഞാൻ ലൈവിൽ വന്നിട്ടില്ല. ഞാൻ പറയടാ ഇതിങ്ങനെ കാണിക്കില്ലേ, ഇല്ല ഏട്ടാ, ഓക്കെ ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും കാണിക്കും. അപ്പം ഞാൻ പറയും ഇത് ഭയങ്കര മോശം. പക്ഷെ ആ പ്രായം ഭയങ്കര കുറവല്ലേ, അപ്പൊ അവനൊരു ഇങ്ങനെ ഇച്ചിരി എടുത്തുചാട്ടം അതൊക്കെ ഉണ്ടെന്നുള്ളൂ. പക്ഷെ ആള് അടിപൊളിയാ. ആദില കുറച്ച് ദിവസമൊക്കെ അനീഷയുടെ ഒക്കെ അടുത്ത് ഇച്ചിരി ഓവറായിരുന്നു. ഉള്ളവര് പറഞ്ഞു അക്ബർ നന്നായിട്ട് ചെയ്യും, ഭയങ്കര സ്ട്രോങ് ആണ്. അവിടെ ചെന്നപ്പോഴും അവൻ അത്യാവശ്യം സ്ട്രോങ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, വരുന്നില്ല. അവരെന്നോട് അങ്ങനെയാണ് പറഞ്ഞത്. ലക്ഷ്മി സത്യം പറഞ്ഞ അന്നൊന്നും വലുതായിട്ടൊന്നും സംസാരമൊന്നുമില്ല. എന്നോട് കുറച്ച് എന്തൊക്കെയോ മിണ്ടി, പക്ഷെ അവരിങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ. എന്തെങ്കിലും ജസ്റ്റ് ഒക്കെ ഒന്ന് പറയുന്നല്ലാതെ ലക്ഷ്മി അന്ന് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഇപ്പൊ ഭയങ്കര കുറവാണ്. സാബുമോന്റെ ആഗ്രഹം, സാബുമോൻ ഓൾറെഡി അവന്റെ ആഗ്രഹം ഇതായിരുന്നു, ആൾക്കാരെ അറിയണം. അത് അവൻ ഓൾറെഡി അവന് അത് കിട്ടിയെന്ന് അവൻ എന്നോട് പറഞ്ഞു. പുള്ളിക്ക് അത്ര അതൊന്നുമില്ല, പുള്ളിക്കാരനെ ആൾക്കാരെ അറിയണം. എന്ന് വെച്ചാൽ അവിടുന്ന് ഒരു നെഗറ്റീവ് ഇല്ലാതെ ഇറങ്ങുന്ന ഒരാൾ ചിലപ്പോൾ സാബുമോനായിരിക്കും. അവൻ
ചിരിച്ച പട അല്ലേ, ആ പുള്ളിക്ക് ചിരിച്ച് മാത്രം നടക്കുന്നില്ല. ഫുഡ് കഴിക്കുമ്പോ ആ വെയിലിൽ നിന്ന് ഫുഡ് കഴിച്ച് അയ്യോ അത് ഭയങ്കര കഷ്ടം തോന്നി. അത് ഭയങ്കര നമുക്ക് ഫീൽ ചെയ്യും. അത് ഇച്ചിരി കടുത്തു പോയി എന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ചൂടാവതി. ഈ ഇവർ AC ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് AC ഭയങ്കര കുറവായിരുന്നു. ഇവരത്രയും സുഖിച്ചുറങ്ങാതിരിക്കാനായിട്ട് ഇവര് എങ്ങനെയൊക്കെ ഇതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അനുമോളെ കുറിച്ചോ? അനുമോള് ഞാനുമായിട്ട് ഒത്തിരി വർഷത്തെ എൻ്റെ ഫസ്റ്റ് വർക്കിൽ എൻ്റെ അനിയത്തി അനുമോളാ. അപ്പം അനുമോളും കുഴപ്പമൊന്നുമില്ല. അവൾ ഒരിടയ്ക്ക് നല്ല ആക്റ്റീവായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവള് ഫുഡിലേക്ക് തിരിഞ്ഞു. ഫുഡ് മാത്രമായിപ്പോയി. അതിൽ കൊടുക്കുന്നു, കിച്ചൺ വേണം, അത് മാത്രമായിപ്പോയി. അപ്പം അതൊന്ന് മാറ്റി പിടിക്കണം. അല്ല അതാ ഞാൻ പറഞ്ഞത്, നൂറ് അതിലൊക്കെ നല്ല പാവമാണ്. നൂറയാണേലും ഒരിടയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഇപ്പം അത്ര സ്ട്രോങ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന ദിവസങ്ങളിലൊന്നും ഒത്തിരി ആക്റ്റീവ് അല്ല. പക്ഷെ അവർ എന്തെങ്കിലും ഒരു സാധനം ചെയ്തതാണ് അവർ എടുത്തിരുന്നത്. അല്ലാതെ ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. എനിക്കറിയാം അനീഷ് വരും, അനുമോള് വരും, ഷാനവാസ് വരും, പിന്നെ ബാക്കി രണ്ടുപേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് മാറി പറയും. ജിസേലൊക്കെ വരുമെന്ന് ഞാൻ ഓർത്തിരുന്നതാ. പക്ഷെ അതവരൊക്കെ പോയില്ലേ. ബാക്കി ആ രണ്ടുപേരിൽ ആര് വേണേലും മാറി വരും. ബിന്നിയുടെ ചാൻസസ് അവള് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് ബ്രോ പോകുന്നത്. പക്ഷെ അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര PR നടക്കുന്നുണ്ട്. അത് ഞാൻ രാവിലെ എണീറ്റ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ തെറിവിളി വായിക്കൽ നോക്കില്ല, എന്തൊക്കെ ഇന്ന് വന്നു. അപ്പം ഞാൻ ആദ്യം എന്നിട്ട് നമ്മൾ നോക്കൂലേ മൊത്തം PR ആണെന്നറിയാലോ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ റിപ്ലൈ കൊടുക്കും ഇവർ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ. ഇപ്പൊ പിന്നെ മൈൻഡില്ലേ, അവർ ഈ PR-നൊരു മെയിൻ ഘടകമുണ്ടല്ലോ, PR ഇല്ലാതെ ഒന്നും നടക്കില്ല. അപ്പം ഇപ്പം നിലവിൽ നല്ലതായിട്ട് ഇങ്ങനെ PR-ന്റെ ഒരു സാധനം വരുന്നുണ്ട്. അതിപ്പം നമുക്കറിയില്ല, ആൾക്കാർ കുറേ പേര് ഒത്തിരിയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും മെസ്സേജ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാ ഒറിജിനൽ ഏതാ നെഗറ്റീവ് നമുക്കറിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വരെ ഇപ്പൊ ഷാനവാസിന്റെ വിഷയത്തിലൂടെ പോയി അല്ലെങ്കിൽ അനീഷിനോടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് മാത്രം ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോ ഇന്നലെ മുതൽ ഒരു സത്യസന്ധമായ കാര്യമാണെങ്കിൽ പറഞ്ഞാൽ കൂടി അനുമോളുടെ ആർമിയുടെയും അല്ലെങ്കിൽ അനുമോളിന്റെ ഒരു PR ടീമിനെ നിങ്ങൾ അറ്റാക്ക് നേരിടാൻ സാധ്യതയുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയുക? അത് അവർ ഉറപ്പായിട്ടും ചെയ്യൂലോ. കാരണം ഇവള് ഇത് പറയുമ്പോ അത് അവരെ അതല്ലാന്ന് അവരെ വരുത്തി തീർക്കേണ്ട അവരുടെ ബാധ്യതയാണ്. മേടിച്ച കാശിന് എന്താണേലും ജോലി ചെയ്യണം. അപ്പം അവർ ഉറപ്പായിട്ടും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവളുടെ അടുത്ത് വന്ന് പറഞ്ഞേ പറ്റൂ. അവർക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരുടെ അടുത്ത് ഇല്ലാന്ന് കാണിക്കണല്ലോ. അപ്പം അവര് ഓൾറെഡി അനുമോള് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് തനിക്ക് PR ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അനുമോള് പറഞ്ഞിട്ടുണ്ട്, അക്ബർ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് PR ടീം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ പൈസ അല്ലെങ്കിൽ എമൗണ്ടിന്റെ ഒരു വ്യക്തത മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ടുള്ളൂ. അതിൽ മാത്രമാണ് ഇതിലൊരു തർക്കങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അത് പറയണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അത് അനുമോള് തന്നെ പറഞ്ഞിട്ടല്ല അവള് പറയണേ. അതിങ്ങനെ അനുമോൾക്ക് ഇങ്ങനെ ഉണ്ട്, അന്നാ നീ പേയ്മെന്റുകളും പറയടിയെന്ന് എന്തോ അനുമോള് പറഞ്ഞ കാരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇത്രയും പറയാതിരുന്നതല്ല, നീ പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞതാന്ന് അവളത് പറയുന്നുണ്ട്. അവൾ ഇത് പറയാതിരുന്നതല്ല, നീ പറഞ്ഞു ഞാൻ പറഞ്ഞു. അപ്പൊ നന്ദി ഇത്രയും നേരം പ്രതികരിച്ചു. താങ്ക് യു. ഓക്കെ. നൂബിനാണ് പോയിരുന്നെങ്കിൽ, മത്സരാർത്ഥിയായിട്ടായിരുന്നു പോയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്ലേ ചെയ്യുക? ഞാൻ പോയായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഔട്ടാവും. എനിക്കതാ ഞാൻ പറഞ്ഞത്, ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഒത്തിരി നേരം നിൽക്കാൻ അറിഞ്ഞുകൂടാ, പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം അങ്ങനെ എന്നെക്കാളും നല്ല അടിപൊളി അവളാ. അവിടെ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടനായിരുന്നു പോകണ്ടെന്നൊക്കെ. ഇത് 2-3 ദിവസം നിൽക്കുമ്പോൾ എനിക്കറിയാം ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയ ഒരാളല്ലേ, ഞാൻ അവിടെ പോയി അടി ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഭക്ഷണവും സാധനവും ഒന്നും ഇല്ലാതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ നേരത്തെ കിടന്നുറങ്ങുന്ന ഒരാളാണ്. അവിടെ അതൊന്നും നടക്കില്ല. ഈ നമ്മൾ കാണുന്ന പോലെയല്ല, ഈ നൈറ്റ് ആവുമ്പം അവിടെ ഒട്ടും വെട്ടമില്ലാത്ത പോലെയല്ലേ നമുക്ക് ലൈവില് കാണുന്നേ. ശരിക്കും പറഞ്ഞ ഈ ലൈറ്റ് ഉണ്ട് അവിടെ. അപ്പം ചില ആൾക്കാർ ലൈറ്റ് ഉള്ളപ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ലാത്ത ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ എവിക്റ്റായി പോയവരില് അയ്യോ അയാൾ ഇത്ര വേഗം പോകണ്ടായിരുന്നു എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ജിഷിനൊക്കെ ഇച്ചിരിയും കൂടി നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ ഈ ജിസേൽ ഔട്ടായില്ലേ, ജിസേലിനേക്കാളും ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ അവിടെ ഇല്ലേ, അതൊക്കെ അങ്ങനെ എനിക്ക് തോന്നി.
ഇപ്പൊ ഈ ഓരോരുത്തർ ഔട്ട് ആകുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അൺഫെയർ ആണ്, ഞങ്ങൾ ഇപ്പൊ പോകേണ്ട ആൾക്കാരല്ല എന്നാണ് ഓരോ ആൾക്കാർ പോകുമ്പോൾ. ഇപ്പൊ ജിഷിന് ഇറങ്ങിയപ്പോ പറഞ്ഞു, അതിന് മുന്നുള്ള ബിൻസി ഇറങ്ങിയപ്പോ, അങ്ങനെ ഓരോരുത്തർ. ജിസൈൽ ലാസ്റ്റ് ഇറങ്ങിയപ്പോ പക്ഷെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു ജിസൈൽ ഇപ്പൊ പോകേണ്ട ആളല്ലായിരുന്നു. ശരിക്കും എന്തായിരുന്നു ജിസൈലിന്റെ ഗെയിം ഒക്കെ അവിടെ പോയപ്പോ കണ്ടപ്പോഴും ഔട്ടാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? അല്ല, ആ 3 ദിവസം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ വലിയ ഗെയിം കളി ഇല്ലായിരുന്നു. കാരണം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ വരുന്നതിൻ്റെ ഇങ്ങനെ അടുത്ത ആര് വരും അങ്ങനെ വരും എന്നൊക്കെ ഉള്ള ഒരു ആകാംക്ഷയിലായിരുന്നു നിന്നേ. പിന്നെ എനിക്ക് ഇതിന് പുറത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അതിൽ ഗെയിം കളിച്ചു വന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. അനീഷ് ഒരു കോമണറാണ്. ഇപ്പൊ പറഞ്ഞല്ലോ അവിടെ പോയപ്പോഴും നന്നായിട്ട് പ്ലേ ചെയ്യുന്നതായിട്ട് തോന്നിയെന്ന്. എന്തുകൊണ്ടായിരിക്കും ഒരു കോമണർ, ആദ്യമായിട്ട് ഒരു കോമണർ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസിൽ? എന്തുകൊണ്ടായിരിക്കും അനീഷ് ഇത്രയും ശ്രദ്ധിക്കപ്പെടാനൊരു കാരണമായിട്ട് നൂബിന് തോന്നുന്നത്? അല്ല, പുള്ളി 5 വർഷമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലേ പറഞ്ഞത്, ഇത് കയറാനായിട്ട്. 5 വർഷം ഈ ബിഗ് ബോസിൽ ഇത് പഠിച്ച് ഇത് എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ റെഡിയാക്കാന്നുള്ള ഒരാൾക്ക്, അയാൾ ആദ്യത്തെ 2 ആഴ്ച നമുക്ക് എന്തായിരുന്നു ഭ്രാന്ത് പിടിച്ചു ഈ മനുഷ്യനെ കൊണ്ട്. പുള്ളി എന്താ ചെയ്തേ, ആ 2 ആഴ്ചയിൽ പുള്ളിനെ ഇങ്ങ് എല്ലാവരുടെയും നോട്ടം പുള്ളിയിലേക്കാക്കി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് അടുത്ത സ്റ്റെപ്പ് പുള്ളിയുടെ ഇറക്കി. അപ്പത്തേക്കും പുള്ളിക്കാരനോട് ഇഷ്ടമായി തുടങ്ങി. അത് പുള്ളി പഠിച്ച് തന്നെ വന്നത്. അല്ലാതെ ഒരാൾ നമ്മൾ പോയി പെട്ടെന്നൊന്നും പോയി കഴിഞ്ഞാലേ, എനിക്കൊന്നും അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് പെട്ടെന്ന് ഇത് കാണിക്കണം. ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ തനിച്ച് നിൽക്കണം എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ കഴിയുമ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും വേണ്ടേ കൂട്ടിന്, ആരോടെങ്കിലും നമ്മളെ കൂട്ടായി പോകും. ഇപ്പോൾ ഉറപ്പായിട്ടും ആയിപ്പോവും. അപ്പം നമ്മുടെ ചിന്തയിൽ ഞാൻ ചെയ്യുന്നതും അവർ ചെയ്യുന്നതും കറക്റ്റ് ആയിരിക്കും. പക്ഷെ പുള്ളി അനീഷ് സമ്മതിക്കണം, ഇച്ചിരി ദിവസമേ ഉള്ളൂ ഷാനവാസിന്റെ കൂടെ കൂട്ടുകൂടില്ല, എങ്കിലും അത്രയും ദിവസം ആ ഷാനവാസിനെ തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പുള്ളിയുടെ ഇത്. പുള്ളിക്കാരൻ എന്താന്ന് പറഞ്ഞാല് കൂട്ടാണെങ്കിലും ഒരു പരിധി കൂടുതൽ നമ്മൾ നിൽക്കാൻ പാടില്ല. എല്ലാരും ഗെയിം കളിക്കാനല്ല വന്നേ. അപ്പൊ അനീഷ് അത് ചെയ്തത് കറക്റ്റ് അല്ലേ? പുള്ളി അവസാനം അല്ലെങ്കിൽ പുള്ളി ഔട്ടായി പോകില്ലേ പിന്നെ പുറത്തിറങ്ങിയിട്ട് അയ്യോ ഞാനത് ചെയ്യണ്ടായിരുന്നു എന്ന്. പുള്ളി ശരിക്കുള്ള ഗെയിമാണ് കളിച്ചത്. ഷാനവാസ് മോശം ചെയ്യുമ്പോൾ ഷാനവാസിനോട് പറയും, ഇനി അടുത്ത് വേറെ ആര് വന്നാലും പുള്ളി പറയും. അപ്പൊ പുള്ളി അതിന്റെ ഇടയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിക്കണം എന്നില്ല. പുള്ളി ഇനി ആകെ എത്രയാണ് 30-35 ദിവസമല്ലേ ഉള്ളൂ. പുള്ളി അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ PR-ന്റെ ഒരു വിഷയത്തെ കുറിച്ച് ഇന്നലെ ബിഗ് ബോസ് എല്ലാവരോടും ചോദിച്ചിരുന്നു. എല്ലാവരും പരസ്പര അനുഭവങ്ങളുടെ പേരൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഇത്ര 16 ലക്ഷം രൂപ എന്നുള്ള ആ രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഇനി അത് വിന്നിക്ക് നെഗറ്റീവായിട്ട് വരും തോന്നുന്നുണ്ടോ? അത് ഓരോ ആൾക്കാർ ഉൾക്കൊള്ളുന്ന പോലെ അല്ലേ ബ്രോ. എന്നെ വിളിച്ചിട്ട് 18 ലക്ഷം രൂപ ചോദിച്ച ആൾക്കാരുണ്ട്. എന്നോട് വിളിച്ചു പറഞ്ഞു 18 ലക്ഷം രൂപ അവർ 95 ദിവസം കൺഫേം നിർത്തും, ഇനി എങ്ങാനും അതിന് മുമ്പ് ഔട്ട് ആവുകയാണെങ്കിൽ 70% അവരെടുത്തിട്ട് ബാക്കി പൈസ എനിക്ക് തരുമെന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ അത് അനുകൂലം അത് ഈ പുറമേ നിന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി കുറേ പേർക്ക് അറിയാമായിരിക്കും, കുറേ പേർക്ക് അറിയില്ല. ഇതിൽ വന്നു പോയ ആൾക്കാരോട് ചോദിച്ചു നോക്ക് അവര്. അല്ലാതെ നമുക്ക് അറിയില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി വെറുതെ ഈ പുറമേ നിന്നുള്ള ആൾക്കാർ കമന്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇതിൽ പോകുമ്പം എല്ലാവരോടും എടുത്തും PR ഉപയോഗിക്കും. നമ്മൾ പോകുന്നതിന് മുമ്പേ തുടങ്ങും. എന്നെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഈ ആഴ്ച ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഔട്ടാവും. ഈ ബിഗ് ബോസ് നടക്കണ സമയമില്ലേ, എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇതാക്കും. ഇത് ഇപ്പൊ അങ്ങനെയാട്ടാ പോകുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ ഇതാവും എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ കൊണ്ട് മാക്സിമം എടുപ്പിക്കാനായിട്ട് നോക്കും. അവരവരുടെ ജോലിയാണല്ലോ നോക്കുന്നേ. എങ്കിലും ഇത്ര എമൗണ്ട് ഒക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ ഇപ്പൊ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊരു ഫീൽ അടിക്കും, നെഗറ്റീവ് അടിക്കാൻ സാധ്യത ഉണ്ടാവില്ല. ഇങ്ങനെ അവര് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ പുറത്തല്ലേ നടക്കുന്നത്, ഉള്ളിനേക്കാളും വലിയൊരു ഇത് ശരിക്കും അവര് ചെയ്യുന്നേക്കാളും കൂടുതൽ നമ്മൾ പുറത്ത് ചെയ്യണം. ഈ എമൗണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ നല്ല പേയ്മെന്റ് കാണും, ചിലവർക്ക് അത്ര പേയ്മെന്റ് കാണത്തില്ല. ഇപ്പം ഞാൻ നിസ്സാരമായിട്ട് ചോദിക്കട്ടെ, ഇപ്പം ബിഗ് ബോസിൽ പോയിട്ട് ജയിക്കുവാണെങ്കിൽ 50 ലക്ഷം രൂപ കിട്ടും. അപ്പൊ അവിടെ ഒരാൾക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്കൊരു 10-40 ദിവസത്തെ പേയ്മെന്റ് കൊടുത്താൽ ബാക്കി 60 ദിവസത്തെ പേയ്മെന്റ് അവരുടെ കയ്യിൽ വയ്ക്കും. അത് മാത്രമല്ല, ഇത് ഇറങ്ങിക്കഴിഞ്ഞ് ഇവർക്ക് എന്തൊക്കെ പ്രോഗ്രാം കിട്ടും. ഇനാഗുറേഷനായി, പിന്നെ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഉള്ളവർക്ക് പ്രമോഷനായി, അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും. അവര് ഇതിൽ നിന്നുള്ള ഒരു എമൗണ്ട് മാത്രമല്ല ചിന്തിക്കുന്നത്, അവർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുണ്ട്. എന്തോരം പേര് കഴിഞ്ഞ ബിഗ് ബോസിലൊക്കെ കഴിഞ്ഞ ആൾക്കാർ പുറത്ത് രാജ്യങ്ങളിൽ പോകുന്നു, അവിടെ എന്തോരം പ്രൊമോഷൻ ചെയ്യുന്നു യൂട്യൂബിലൊക്കെ. എനിക്ക് യൂട്യൂബ് ഉണ്ട്, എനിക്കറിയാം അവർ ഓരോ ആൾക്കാരെ ചെയ്യുന്ന സംഭവമൊക്കെ. അപ്പൊ അവർക്ക് അത് മൂലം ഒത്തിരി പൈസ കിട്ടുന്നുണ്ട്. ഇവർക്ക് ഇതിലെന്താണ് വേണ്ടത്, ഒരു ഫെയിമാണ് വേണ്ടത്. ഇതിൽ ഒന്നും വേണ്ട. ഞാനേ
എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 സീരിയൽ ചെയ്തിട്ടുണ്ടേ. ഉം. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് പോയി. ഉം. അപ്പം അവിടെ വെച്ച് ചേട്ടൻ ബിഗ് ബോസ് പോയ ആളല്ലേ. ഉം. ഇവർ ഞാൻ വെറും 3 ദിവസം പോയുള്ളൂ. ആ 3 ദിവസം പോയ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ പേര് ചോദിച്ചു, ചേട്ടാ ബിഗ് ബോസ് ഞാൻ കണ്ടു കേട്ടോ, അടിപൊളിയാന്ന്. അവരെ ആ സീരിയൽ കാണുന്ന അങ്ങനെയല്ല, ഇത് ഭയങ്കര ഫെയിമാണ്. ഈ 3 ദിവസം എനിക്ക് കിട്ടിയെങ്കിൽ ഇവരൊക്കെ ഇതിൽ ഇത്രയും ദിവസം നിൽക്കുമ്പോൾ അത് വേറെ ലെവല് സംഭവമാണ് കിട്ടുന്നത്. അവർക്ക് അതിൽ കിട്ടുന്നതിനേക്കാളും പേയ്മെന്റ് പുറത്ത് ഓരോ സാധനങ്ങൾ വരുമ്പോൾ കിട്ടും. ഉം. ഇപ്പോൾ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ